നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ പേരൻസിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഷ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ആ ഒരു പ്രതിഫലനം നമ്മുടെ കുട്ടികളിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ അവരിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കുട്ടികൾ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, അതുപോലെ തന്നെ അവർ കേൾക്കുന്നുണ്ട്. നമ്മളെ ലിസൺ ചെയ്യുന്നുണ്ട്, അതുപോലെ വാച്ച് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ കാണിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം അവർ ഒപ്പിയെടുക്കും. ചില കുഞ്ഞുങ്ങൾ അത് അങ്ങനെ തന്നെ പറയും, ചിലര് അത് കേട്ടിട്ട് മനസ്സിൽ വയ്ക്കും. അങ്ങനെ രണ്ടു തരത്തിലും കുഞ്ഞുങ്ങൾ റിയാക്ട് ചെയ്യും. അപ്പൊ എപ്പോഴും നമ്മളെ കുഞ്ഞുങ്ങളൊരു സ്പോഞ്ച് പോലെ ആയിരിക്കും, എല്ലാം ഒപ്പിയെടുക്കുക അല്ലെങ്കിൽ എല്ലാം അബ്സോർബ് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമാണ് ഈ ചെറിയ ഒരു പ്രായം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പേരൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ കാര്യങ്ങൾ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, അതായിരിക്കും ഒരു ലോങ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കും എന്ന് കരുതി ഇത് തന്നെയായിരിക്കണം കുഞ്ഞുങ്ങൾ ഭാവിയിൽ നിന്നല്ല. പല കുഞ്ഞുങ്ങളും മാറിപ്പോകുന്നവരുണ്ട്. പക്ഷേ അവർക്ക് ഈ ഒരു സ്നേഹത്തിന്റെ ഭാഷ അല്ലെങ്കിൽ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് തന്നെയായിരിക്കും കുട്ടികൾ കൂടുതലും ഫോളോ ചെയ്ത് പോകുന്നത്. നമുക്കറിയാം, ചില പേരൻസ്, നമ്മളിൽ തന്നെ ചില പേരൻസ് ഉണ്ടാവും സ്നേഹം, അതായത് ഉള്ള സ്നേഹം അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നവർ അത് ഒന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ വേറെ എന്ത് തരത്തിലുള്ള ടച്ചോ ആയിക്കോട്ടെ, അതായത് നമുക്ക് മാന്യമായ രീതിയിൽ കുഞ്ഞുങ്ങളുടെ മുൻപിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ. ചിലരിപ്പം നമ്മൾ എവിടെ നിന്നെങ്കിലുമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ദൂരയാത്ര കഴിഞ്ഞിട്ടോ അതോ അല്ലെങ്കിൽ കാണുമ്പോൾ ഒക്കെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് സ്നേഹം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്നേഹം തോന്നുന്ന സമയത്തായിക്കോട്ടെ ഹഗ് ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ചിലരെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ, അത് ഈവൻ നമ്മുടെ കുട്ടികളുടെ മുമ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ പേരൻസിന്റെ മുമ്പിലായിക്കോട്ടെ, അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് മടിയുള്ള ആളുകളായിരിക്കും. അപ്പം നമുക്ക് എവിടെ നിന്നാണ് അത് കിട്ടിയതെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ എന്റെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ, രണ്ട് വീട്ടിൽ നോക്കിയാലും നമുക്ക് അങ്ങനെ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ഫാമിലി ഒന്നും അല്ല നമ്മുടേത്. പക്ഷെ നമ്മളത് കോൺഷ്യസ്ലി നമ്മളായിട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾ നമ്മളെ കണ്ടു വളരുന്നു. അപ്പോൾ നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഇടയിലുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മുഴുവനായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങളെയും അത് കാണിച്ചു കൊടുത്താൽ അവരും ഒരു അടുത്ത ഒരു റിലേഷൻ, അത് എന്ത് തരത്തിലുള്ള റിലേഷൻ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭാവിയിലേക്ക് പോകുമ്പോൾ ഉള്ള അവരുടെ ബന്ധങ്ങൾ, അപ്പം അതിൽ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ബഹുമാനം കാത്തു സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അത് ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ഭാഷയ്ക്ക് കഴിയും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സ്നേഹം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് കണ്ട് കുഞ്ഞുങ്ങൾക്കും അവരുടെ ഫ്രണ്ട്സിനോട് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവാനോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്നേഹം കാണിക്കുന്നതോ അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക, അവരുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത് ഒരു മോശം കാര്യമല്ല അല്ലെങ്കിൽ നമ്മൾ അതിന് നാണിക്കേണ്ടതില്ല എന്നുള്ള ഒരു മെസ്സേജ് കുഞ്ഞുങ്ങളിലേക്ക് കയറും. ചില കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് അത് കിട്ടാതെ വരുമ്പോൾ കുട്ടികൾ അത് പുറത്ത് കാണുമ്പോൾ അത് അവർക്കൊരു മോശം ഫീലിംഗ് ആയിട്ട് തോന്നും അല്ലെങ്കിൽ ഷൈ ആയിട്ട് തോന്നും, അങ്ങനെയൊക്കെ തോന്നും നമ്മൾ വീട്ടിൽ നിന്ന് അത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ അടുത്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടുകാരുടെ അടുത്ത്, അതായത് നമ്മൾ പേരൻസ് തമ്മിൽ വഴക്കുണ്ടാക്കും. വഴക്കം എല്ലാ വീടുകളിലും ഉണ്ടല്ലോ. അപ്പം നമ്മൾ വഴക്കുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിഭയങ്കരമായ വഴക്കിലേക്ക് അല്ലെങ്കിൽ മോശമായ രീതിയിലേക്ക് പോവാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോളജൈസ് ചെയ്ത് നമ്മൾ സോറി പറഞ്ഞ് അത് നല്ല രീതിയിൽ അപ്പൊ തന്നെ സ്നേഹത്തിലാകുന്നത് കുഞ്ഞുങ്ങൾ കാണുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഈ വഴക്കുണ്ടാക്കുന്നതും നോർമൽ ലൈഫിന്റെ ഒരു പാർട്ടാണ്. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മറന്ന് വീണ്ടും അതേ സ്നേഹത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ സ്നേഹത്തിലാകുന്നു, ഇതാണ് ലൈഫ് എന്നുള്ളത് കുഞ്ഞുങ്ങളിലേക്കും അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ആയിട്ട് കിട്ടും. ഇപ്പം നമ്മൾ വഴക്കുണ്ടാക്കി പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും പരസ്പരം പിച്ചിക്കീറുന്ന രീതിയിൽ ദേഷ്യപ്പെട്ട് വേറെ ഏതോ വഴിക്ക് പോയി അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുന്ന ആളുകളുണ്ടാവും. പലതരത്തിലാണ് ഓരോരുത്തരും അവരുടെ ആ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കും ഈ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായി വരും. കാരണം അവർ നമ്മളെയാണ് കണ്ടു പഠിക്കുന്നതല്ലോ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും വഴക്കുണ്ടാക്കിയാൽ പോലും മാക്സിമം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ വഴക്കുണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേരൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ, അതായത് രണ്ടുപേരും രണ്ട് വഴിക്ക് ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ വർക്കിംഗ് ആയിരിക്കും, ഒരാൾ വീട്ടിലിരിക്കുന്നവരായിരിക്കും. അപ്പൊ രണ്ടിടത്തും ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. അപ്പൊ അത് നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇതാണ് നമ്മുടെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്, അതായത് ഓപ്പൺ കോൺവെർസേഷൻ വേണം എന്നുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങളും നമ്മളെ അടുത്ത് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ നമ്മൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല, പേരൻസ് തമ്മിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല. ചിലർക്ക് അത് പുറമെ ഇങ്ങനെ, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ മടിയുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ എന്ത് വിചാരിക്കും എന്ന് ഓർത്തിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ബ്ലാ ബ്ലാ പറയാത്തവരുണ്ട്. നമുക്കങ്ങനെയൊന്നുമില്ല. എന്ത് പറയുമ്പോഴും നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് പറയുക. കാരണം നമ്മുടെ കുട്ടികളാണ്, നമ്മൾ എന്തിനാണ് അവരുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ ഒരു മടി വിചാരിക്കുന്നതെന്നുള്ളതാണ്. കാരണം കുട്ടികൾക്കും നമ്മുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയാൻ തോന്നണമെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കുട്ടികൾ കേൾക്കണം. ആ പറയുന്നതിൽ തന്നെ നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവണം, അതുപോലെ സ്നേഹവും ഒക്കെ ഉണ്ടാകുന്നതാണ് നല്ലത്. ഇപ്പോഴും നമ്മൾ വർക്ക് വീട്ടിൽ ഷെയർ ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് കുഞ്ഞുങ്ങളും അത് കണ്ടു വളരാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ വീട്ടിൽ എന്ത് ജോലിയും ചെയ്യുമ്പോൾ അത് ഹസ്ബൻഡിനുള്ളതാണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ, അല്ലെങ്കിൽ വൈഫിനുള്ളതാണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ എന്ത് ജോലിയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളും അത് കണ്ടിട്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരും. നമ്മളിതൊക്കെ ചെയ്ത് കാണിച്ച് അവരിത് തിരിച്ചിങ്ങോട്ട് നമുക്ക് ചെയ്തു തരുമ്പോഴാണ് നമുക്ക് ആ ഒരു അതിൻ്റെ ആ ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് എല്ലാ ദിവസവും ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഞാനും ഹസ്ബൻഡും കുട്ടികളും മാത്രമേ ഉള്ളൂ, നമുക്ക് ഇവിടെ എന്നും എനിക്ക് രാവിലെ തേങ്ങ ചരണ്ടി തരുന്ന എൻ്റെ ഹസ്ബൻഡാണ്. തേങ്ങ ചരണ്ടി തരുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാവും, ചിലപ്പോൾ കറികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. കാരണം 8 മണിയാകുമ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്കും പോകണം. അപ്പോൾ എല്ലാ ഫുഡും ആ സമയമാകുമ്പോഴേക്കും ഉണ്ടാക്കി കഴിയണം നമുക്ക്. അപ്പോൾ ഒരു ദിവസം ഞാൻ തേങ്ങ ചരണ്ടുവാണ്, അന്ന് ഹസ്ബൻഡ് എവിടെയോ അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. അപ്പോൾ മോൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ഇതെന്താ അമ്മ തേങ്ങ ചരണ്ടണേ, അച്ഛനല്ലേ തേങ്ങ ചരണ്ടുന്ന ആള്, അച്ഛനല്ലേ എന്നും ചരണ്ടി തരുന്നതെന്ന്. അപ്പൊ അതായത് കുട്ടികളത് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് കാണുന്നുണ്ട്, അത് അച്ഛൻ്റെ ജോലിയാണ് എന്നുള്ളതാണ് ആള് ചിന്തിച്ചു വെച്ചിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ അച്ഛൻ ഇന്ന് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ടല്ലോ, അച്ഛന് തിരക്കല്ലേ, കുളിക്കാൻ പോയില്ല, അതുകൊണ്ടാണ് അമ്മ ചേർക്കുന്നത്, അത് കുഴപ്പമില്ല, അച്ഛൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴല്ലേ അമ്മയ്ക്ക് ചെയ്തു തരുന്നത്, ഹെൽപ്പ് ചെയ്തു തരുന്നത് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അത് അതിൻ്റെതായ രീതിയിൽ അവർക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേച്ചാൽ മതി. കുട്ടികൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വർക്കും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് പക്ഷേ കുട്ടികളുടെ മുമ്പിൽ, അതായത് അവർ കൂടി അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ വെച്ചിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ പരസ്പരം പേരൻസ് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ നമ്മളെ വാച്ച് ചെയ്യും, ഒബ്സർവ് ചെയ്യും, എന്നിട്ട് അവർ അത് നമ്മളിൽ നിന്ന് പഠിച്ചെടുക്കും. അപ്പം നമ്മൾക്ക് വീട്ടിൽ നിന്നാണ് ഏറ്റവും ബെറ്റർ, നമ്മളാണ് അവരുടെ ഫസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന പേരൻസ് തന്നെയാണ്. അപ്പം നമുക്ക് ഏറ്റവും ബെറ്ററായ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.